കുറിച്ച് ചർച്ച ചെയ്യുകയും അത് നിങ്ങളറിയാതെ തന്നെ നമ്മളെ ഇത്തരം നടപടികളിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സർക്കാർ തലത്തിലും പോലീസ് ഇതുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സാർ, ഒരാഴ്ച പണപ്പിരിവ് നടക്കുന്നു ഈ ഹോളി ആഘോഷത്തിന് വേണ്ടി. ഇവിടെ ഈ വാടനത്തില്ലേ? ഈ ഒരു ചോദ്യം ഇതിപ്പോൾ ശരിക്ക് ഇപ്പോൾ ഇത്തരം ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ ഈ കോവിഡിന് ശേഷം വന്ന ഒരു ഷിഫ്റ്റാണ്. അപ്പോൾ ആ ഷിഫ്റ്റിൽ നിന്ന് നമ്മൾ തിരിച്ചൊരു നോർമലിലേക്ക് എത്തിക്കാൻ സ്വാഭാവികമായിട്ട് സമയമെടുക്കും. ഇപ്പോൾ ഹോസ്റ്റലിൽ 2 റെസിഡൻറ്റ് ഉണ്ട്. അവർ കുട്ടികളുടെ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട്. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രശ്നങ്ങൾ കുട്ടികളെ നല്ല വഴിയിലേക്ക് നടത്തുക, ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ജാഗ്രതയുടെ ഭാഗമായിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. നേരത്തെ തന്നെ നിങ്ങൾക്ക് പറയുന്നത് പുറത്തു നിന്ന ആളുകൾ ഇവിടെ വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഇവിടെ അനധികൃതമായി താമസമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ റെസിഡൻറ്റ് ട്യൂട്ടർ 2 പേര് അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഇനി രാത്രി കാലങ്ങളിലൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. പിന്നെ ഇതിൽ സംഘടനകളും യൂണിയനും എല്ലാം ഈ ആൻറ്റി നാർക്കോട്ടിക് മൂവ്മെൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ പിടിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ അത് യൂണിയനൊന്നും അല്ലെങ്കിൽ സംഘടനകളൊന്നും അതിനകത്ത് ഒരു കഴിയില്ല. ഒരു കുട്ടി, ഏതൊരു കുട്ടി സാധാരണ നമ്മളുടെയൊക്കെ മക്കൾ വരുന്ന പോലെ അതിനകത്ത് വിട്ടു എന്നുള്ളതിനപ്പുറം നമുക്ക് അതിനെ കാണാൻ പറ്റും. 2 കിലോ കഞ്ചാവാണ് പിടിയത്. കഞ്ചാവ് മാത്രമല്ല, അവിടെ ഈ വെയിറ്റിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ചില്ലറ വ്യാപാരം. ഒരു കോളേജ് ഹോസ്റ്റലിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ മറുപടി. കാരണം ഇപ്പം ഇന്ന് ഹോളി ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടിയിട്ട് തന്നെ ആയിരിക്കാം അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇപ്പം ഞങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു 6 മാസം, നിങ്ങളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്ന 6 മാസമായിട്ട് ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാം. അതിന്റെ തുടർച്ച തന്നെയാണോ ഈ റെയ്ഡും ഈ 6 മാസമായിട്ട്? അത് എന്ന് വെച്ചാൽ ഇപ്പം എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇവിടെ ഒരു കൗൺസിലറെ വെച്ചിട്ടുണ്ട്, പാർട്ട് ടൈം കൗൺസിലറെ വെച്ചിട്ടുണ്ട്. അതൊന്ന് 2 നമ്മളിപ്പോൾ കമ്മിറ്റിയെ വെച്ചിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. പോലീസും അവരുടെ സംവിധാനങ്ങൾ നിരന്തരം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇതിനുള്ളിൽ തന്നെ അവരുടെ ഡാൻസ് ഓഫിൻ്റെ ഫോഴ്സുകളൊക്കെ ഉണ്ടാകാം, ഷാഡോ പോലീസ് ഉണ്ടാകാം. ഒരു ദിവസവും എല്ലാ ദിവസവും അവർ നിരന്തരം നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും അതിന്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ ഇത് പെട്ടെന്ന് വന്ന് അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു വ്യക്തത ഇല്ല. ക്യാമ്പസ് ഇപ്പൊ കൊച്ചിയുടെ ഒരു എല്ലാ പ്രശ്നങ്ങളും ഈ ക്യാമ്പസിൽ ഉണ്ടാകുമല്ലോ. അവൈലബിലിറ്റിയെ കുറിച്ചൊന്നും നമുക്കൊരു ധാരണയില്ല. പരാതി ഇപ്പൊ നമ്മൾ ഇത് എല്ലാ ആഘോഷങ്ങൾക്കും മുമ്പ് നമ്മൾ പരാതി കൊണ്ടുവരുന്നുണ്ടെന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒഫീഷ്യൽ പരാതികൾ ഇവിടെ ലഹരി എത്തിക്കുന്നു അങ്ങനെ എന്നുവെച്ചാൽ ആഘോഷങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആഘോഷം വരുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും കൂടുതൽ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളൊക്കെ ശക്തമായ ഒരു ക്യാമ്പസാണ്. അതിനിടയിലാണ് ഒരു വിദ്യാർത്ഥി നേതാവിനെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. വിദ്യാർത്ഥി നേതാവെന്ന് പറയാനായിട്ട് ഇപ്പം അവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ റെയ്ഡ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയനും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്താ ചെയ്യുക. ഒറ്റപ്പെട്ട ഒരു കുട്ടി അതിനകത്ത് പെട്ടു, അത് ഒറ്റപ്പെട്ട കുട്ടി എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ശരിയാണ് സാർ, ശരിയാണ്, പറയുന്നത് ശരിയാണ്. പക്ഷെ ഇത് പിടികൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂവ്മെന്റ് ആയിരുന്നല്ലോ അവരുടെ, അല്ലാതെ പെട്ടെന്ന് വഴിയിൽ വെച്ച് പിടിച്ചതല്ല. അല്ല, ഇവിടെ നേരത്തെ പരാതികളും അങ്ങനെ പറയാൻ ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇവര് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളോട്ട് സഹകരിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാമ്പസിലുള്ള ഇത്തരം കാര്യങ്ങളെ എതിർക്കണമെന്ന് ഇവർക്കെല്ലാം അല്ലേ ഇത് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഒന്ന് നമുക്ക് ഇത് പുറത്തേക്കുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇതിപ്പോൾ പോലീസ് തന്നെ അവർ വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ. കാരണം ഇത് വളരെ വിപുലമായൊരു സംവിധാനം. ഞാനീ പറയുന്ന പോലെ നമ്മുടെ ക്യാമ്പസ് ഉള്ളിൽ നമ്മളുമായിട്ട് അവർ വളരെയേറെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടാകും. ഞങ്ങൾക്ക് ഇതിനകത്ത് പരിമിതികളുണ്ട്. മറ്റു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരടക്കം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ കുട്ടികൾ അതിന്റെ ഇരകളായി തീർന്ന സാധ്യത കൂടിയില്ലേ? അതുകൊണ്ടാണ് ഇന്നലെ റെയ്ഡ് നടത്തിയത്. അതല്ലേ അതിന്റെ പ്രത്യേകത. കാരണം ഇന്ന് ഒരുപക്ഷെ ഇത്രയും ലഹരി ഇവിടെ പിടിച്ച് കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന സാഹചര്യം എനിക്കെങ്ങനെ നേരിടാൻ പറ്റില്ല.